ബഹുമാന്യരായിരിക്കുന്ന മുതിർന്നവർ, ആത്മീയരായ സഹോദരി സഹോദരന്മാരെ, അതുപോലെ തന്നെ ഈശ്വരൻ്റെ സന്താനങ്ങളെ, ഇന്ന് നാം എല്ലാവരും ഇവിടെ ചേർന്നിരിക്കുന്നത് നമുക്കറിയാം. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനും ബഹുമാന്യനുമായിരിക്കുന്ന ശ്രീ AV കേശവൻ മാരാർ അവറുകളുടെ വളരെയധികം പ്രധാനപ്പെട്ട ജീവിത യാത്രയുടെ ഒരു ശ്രേഷ്ഠമായ ഉന്നത അവസ്ഥയിൽ നിൽക്കുന്ന, നമുക്കറിയാം 90th ബർത്ത്ഡേ ആണ്. പക്ഷേ ഇതൊരു സാധാരണ ബർത്ത്ഡേ ആയിട്ട് കണക്കാക്കാതെ ഈ ഒരു 90th ഇയേഴ്സിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, വയസ്സെത്ര, പ്രായം എത്രയെന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ അത്ര എളുപ്പത്തിലൊന്നും പ്രായമൊന്നും പറയാറില്ല. പെൺകുട്ടികളോട് പ്രായം ചോദിക്കരുത്, ആൺകുട്ടികളോട് ശമ്പളം ചോദിക്കരുതെന്ന് പറയാറുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ചിലപ്പോൾ കൂട്ടി പറയാം, ചിലപ്പോൾ കുറച്ച് പറയാം. എന്നാലും നമുക്ക് പലർക്കും മടിയുണ്ട് പ്രായം എത്രയെന്ന് പറയാം. അപ്പോൾ പറയാനുള്ള ഉദ്ദേശം ഇതാണ്: നമ്മൾ 60 വരെ ജീവിച്ചു, അഥവാ 70 വരെ ജീവിക്കുന്നു, 80 വരെ ജീവിക്കുന്നു, അതോ 90 വരെ ജീവിക്കുന്നു. എത്ര കാലങ്ങൾ ജീവിച്ചു എന്നല്ല, മറിച്ച് എങ്ങനെ ഞാൻ ജീവിച്ചു. കാരണം നമ്മുടെ ഈ ജീവിത യാത്രയിൽ ഓരോ ശ്വാസവും, ഓരോ സെക്കൻഡും, ഓരോ നിമിഷങ്ങളും, ഓരോ മണിക്കൂറുകളും, ഓരോ ദിവസങ്ങളും, ഓരോ ആഴ്ചകളും, ഓരോ വർഷങ്ങളും കണക്കാക്കപ്പെടുകയാണ്. അപ്പം ഈ നീണ്ട ഒരു 90 വർഷം എത്തി നിൽക്കുന്ന നമ്മുടെ ആത്മീയ സഹോദരന് ചിന്തിച്ചു നോക്കൂ. അവരോട് ഒറ്റ ചോദ്യമേ ഉള്ളൂ: എങ്ങനെയാണ് ഈ ഒരു പടികൾ കയറി ഇത്രയും ഉയരത്തിൽ നമുക്കെല്ലാവർക്കും മുതിർന്നവനായി നിൽക്കാൻ സാധിച്ചത്? അപ്പം എങ്ങനെയായിരുന്ന ജീവിതം നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ഞാൻ ഏകദേശം, എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 27-30 വർഷങ്ങളായി ഞാൻ ഈ സഹോദരനെ കാണുമ്പോൾ നമ്മളൊക്കെ വീട് വിട്ട് വന്നവരാണ്. എന്ന് വെച്ചാൽ സർ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹ സേവനത്തിന് വേണ്ടി പരമാത്മാവ് നിയോഗിക്കപ്പെട്ട്, അഥവാ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിലൊരു ഭാഗ്യമാണ് ഈ ഒരു സേവനത്തെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു യാത്രയിൽ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ അച്ഛൻ, അമ്മ എല്ലാവരും ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും, നമ്മളെല്ലാ സിസ്റ്റേഴ്സും കണ്ടിരുന്നത് അവർ നമ്മുടെ അച്ഛനായി തന്നെയാണ്. കാരണം ഓരോ കാര്യങ്ങളും നമുക്ക് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു തരാനും അഥവാ സജഷൻ എടുക്കാനും നമ്മൾ പലപ്പോഴും കേശവൻ മാരാർ സാറിനെ തന്നെയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത്, അഥവാ അവരോട് തന്നെയാണ് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് ഐ വുഡ് ലൈക്ക് ടു വിഷ് മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. എല്ലാവരും സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നും, അതുപോലെ തന്നെ എല്ലാ ബ്രാഹ്മണ പരിവാരം, കണ്ണൂർ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ ബ്രാഹ്മണ പരിവാരത്തിൻ്റെ ഭാഗത്തുനിന്നും 1000 ജന്മദിന ആശംസകൾ. എപ്പോഴും ഈ ഒരു സംഗമിക ജീവിതം കഴിയുന്നത് വരെ നമുക്കൊപ്പം സഹയാത്രികനായി ഇരിക്കണമെന്ന് ഞാൻ വിനീതമായി സർവേശ്വരനോട് അപേക്ഷിക്കുകയാണ്. നമ്മുടെയും ഒരു ആഗ്രഹം അതുകൂടി തന്നെയാണ്. ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ 90 വർഷം പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര എളുപ്പമുള്ള കാര്യമല്ല. എൻ്റെ ഒരു ചോദ്യം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സാറിനൊപ്പം തന്നെ 3-4 പേരുണ്ട് ആ ഒരു 90 വർഷം എത്തി നിൽക്കുന്നവർ എന്നാണ് എൻ്റെ ബുദ്ധിയിലുള്ളത്. അപ്പം എൻ്റെ ഒരു ചോദ്യം നിങ്ങൾ എല്ലാവരോടും, കാരണം എന്നേക്കാളും കൂടുതൽ പ്രായത്തിലുള്ളവരുണ്ട്, കുറഞ്ഞ പ്രായത്തിലുള്ളവരുണ്ട്. പക്ഷെ എന്നേക്കാളും കൂടുതൽ പ്രായത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ സീനിയർ സിറ്റിസൺസിനോട് എൻ്റെ ഒരു ചോദ്യമാണ്: എങ്ങനെയുണ്ട് ലൈഫ്? എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ ഇപ്പം നിങ്ങളുടെ മുഖത്തൊരു ചിരി കാണുന്നുണ്ട്. പക്ഷെ അത് സദാ അല്ലേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം കിട്ടിയാൽ നാളെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയാണോ? ഇല്ല, നമുക്ക് എല്ലാ ദിവസവും ഭക്ഷണം വേണം എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്നും അല്ല, സദാ എപ്പോഴും അല്ലേ, എപ്പോഴും എന്തുണ്ടായിരിക്കണം? സദാ നമുക്ക് ശാന്തി ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം, സന്തോഷം ഉണ്ടാകണം, പരസ്പരം സ്നേഹം ഉണ്ടായിരിക്കും, ബന്ധങ്ങൾക്കിടയിൽ വിശ്വാസം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോഴാണ് നമ്മുടെ ജീവിതം ഒരു സെലിബ്രേഷനായിട്ട് മാറുക. ഇല്ലെങ്കിൽ എങ്ങനെയുണ്ട് ജീവിതം എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ പറയും സുഖം തന്നെ, അങ്ങനെയൊക്കെ പോകുന്നു എന്ന് പറയും. കുറേയും കൂടി ഞാൻ പ്രസ് ചെയ്ത് ചോദിച്ചാൽ പറയും എന്ത് പറയാനാ, അങ്ങനെയൊക്കെ ജീവിതം വലിച്ചങ്ങ് കൊണ്ടുപോകുന്നു എന്ന് പറയും. ഭാരമൊക്കെ ചുമക്കാനുള്ളതല്ലേ എന്ന് പറയും. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ ഞാൻ 27 ഇയേഴ്സ് ഞാൻ എപ്പോഴാണ് കണ്ണൂർ സേവനത്തിന് വേണ്ടി വന്നത്, ആ ഒരു തുടക്കം മുതൽ, ഇവരുടെ ആധ്യാത്മിക ബാല്യ ജീവിതം മുതൽ മീനാക്ഷി സിസ്റ്ററിലൂടെ ഞാൻ ഇവരെ അറിയുകയും അപ്പം ഞാൻ കണ്ടിരിക്കുന്നത് എത്ര മഹാനായിരിക്കുന്ന വ്യക്തിയാണ്. കാരണം നമ്മളൊക്കെ ഈ പ്രായത്തിലെത്തുമ്പോൾ
എപ്പോഴും പറയാറുണ്ട് എന്തായിരിക്കും അവസ്ഥ. കാരണം ഈ ബിൽഡിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ നേരത്തെ ഉഷാ സിസ്റ്റർ പറഞ്ഞതുപോലെ എൻഡിങ് വരെ അതിൻ്റെ ഫുൾ ഫിനിഷിംഗ് വർക്ക് അല്ല ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ പോലും ആ വ്യക്തിയിൽ ഞാൻ കണ്ടിരിക്കുന്ന വിശേഷതയാണ് എപ്പോഴും അക്ഷീണനായിരുന്നു. അഹോരാത്രം ഭക്ഷണം പോലും വെള്ളം പോലും ഇവിടെ ചിലപ്പോൾ കിട്ടണമെന്നില്ല. കാരണം എന്താ, സെൻറ്റർ കുറച്ച് ദൂരെയായിരുന്നു. അപ്പോൾ അത് തന്നെ ഇവർ കൊണ്ടുവരികയും ചെയ്യും. അപ്പോഴും ഞാൻ കാണും സിസ്റ്റർ, ഞങ്ങൾ പറയും ഒരു അച്ഛൻ്റെ സമാനായതുകൊണ്ട് പ്രായമായില്ലേ കുറച്ച് റെസ്റ്റ് എടുത്തോളും. അപ്പോൾ ഒരിക്കലും റെസ്റ്റ് എടുക്കാറില്ല. കാരണം അവരുടെ മുഴുവൻ ഉത്തരവാദിത്വം ഭഗവാന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന, ഭൂമി സമർപ്പിച്ചിരിക്കുന്ന സശീബത്, അതുപോലെ തന്നെ അതിൽ ആ ഒരു ഭവ്യമായിരിക്കുന്ന കെട്ടിടം നിർമ്മിക്കാൻ ഭഗവാൻ നിമിത്തമായിരിക്കുന്ന ഒരു കരമായിരുന്നു ഇവർ. ഒന്നത്. രണ്ടാമത്തെ ഞാൻ അവരിൽ കണ്ടിരിക്കുന്നത് എന്നും എൻതൂസിയാസ്റ്റിക് ആയിരിക്കും. നമ്മളൊക്കെ കുറച്ചൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് നടുനിവർത്തണം അല്ലെങ്കിൽ കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിക്കും. പക്ഷേ ഈ വ്യക്തി വീട്ടിൽ എത്തിയതിന് ശേഷം മാത്രം, ചിലപ്പോൾ 6 മണിയാകാം, 7 മണിയാകാം, 8 മണി വരെ ആകാറുണ്ട്. കാരണം ജോലിക്കാരൊക്കെ പോയതിന് ശേഷം വീട്ടിലെത്താറുണ്ട്. അപ്പോൾ അവർ വളരെയധികം എപ്പോഴും എനർജറ്റിക്കാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഊർജം പകർന്നു കൊടുക്കുകയാണ്. അപ്പം അതൊരു വിശേഷതയാണ്. അപ്പം ഇവിടെ അതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്ത്? കാരണം നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ അമ്മൂമ്മമാരുണ്ട്, അച്ഛന്മാരും ഒക്കെ ഉണ്ടാകാം. ഇവിടെ ഇരിക്കുന്നവരും അതുപോലെ തന്നെ മുതിർന്നവരാണ്. പക്ഷെ നമ്മളിലേക്ക് ചിന്തിച്ചു നോക്കണം, എത്ര പേർക്ക് ഇപ്പോൾ നമ്മുടെ പ്രകൃതിയിൽ നമുക്ക് കാണാം. അപ്പം ഞാൻ നേരത്തെ വിചാരിച്ചു വളരെ ഇവിടെ ഉഷ്ണം ഉണ്ടായിരിക്കും, എങ്ങനെയാണ് ഇരിക്കുക എന്നുള്ളത്. പറഞ്ഞ പ്രകൃതി മാതാവ് നമുക്ക് നൽകുന്ന കുളിർമയേറിയ കാറ്റ് നമുക്ക് എത്രമാത്രം സുഖം നൽകുന്നുണ്ട് എന്ന് വെച്ചാൽ പ്രകൃതി അമ്മയായി നമ്മൾ കാണുമ്പോൾ എപ്പോഴും കൊടുക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിത്വത്തിലൂടെ നമുക്കും ലഭിക്കുന്നത് എന്താണ്? കാരണം നമ്മൾ ഓരോരുത്തരും എപ്പോഴും കൊടുക്കുന്നവരായി മാറാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? അത് നമ്മൾ മക്കൾക്കായിരിക്കാം, നമ്മുടെ ബന്ധുക്കൾക്കായിരിക്കാം, അയൽവക്കക്കാർക്കായിരിക്കാം, അത് സമൂഹത്തിലെല്ലാവർക്കും അവരെന്താണോ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അഥവാ അവർക്ക് സമയത്തിൽ എന്താണോ ആവശ്യം, അത് പണമല്ല, അല്ലെങ്കിൽ വസ്ത്രമല്ല, അല്ലെങ്കിൽ ഒരു നേരം ആഹാരമല്ല, അതല്ല ഇന്ന് എല്ലാവർക്കും അത് ലഭ്യമാണ്. പക്ഷെ ഇന്ന് മനുഷ്യൻ ഏതൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ഉണ്ട്. നമ്മുടെ കയ്യിൽ പണത്തിന് പണമുണ്ട്, വിദ്യയ്ക്ക് വിദ്യാബലമുണ്ട്, ജനത്തിന് ജനബലമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഇന്ന് നമുക്ക് ഇല്ലാതെ പോയതൊന്നാണ്. അതാണ് മനസ്സിൻ്റെ സമാധാനം, നമ്മുടെ ബുദ്ധിയുടെ ക്ലാരിറ്റി, അഥവാ നമ്മുടെ ബുദ്ധിയുടെ ആ ഒരു ശുദ്ധത, നമ്മുടെ സംസ്കാരത്തിൻ്റെ ദിവ്യത, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം, ഇത് ഇല്ലാതായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് നമുക്കിന്ന് പ്രാക്ടിക്കലി കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിലാണ്. അതിൽ ഒരു കാരണമുണ്ട്. കാരണം ആ വ്യക്തി ഇന്ന് ലോകത്ത് നമുക്കറിയാം, നമ്മൾ ഇത്രയും നിർഭയരായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത് നമുക്ക് ഈ ഭാരതദേശം ചുറ്റും സേവിക്കുന്ന മിലിറ്ററിയാണ്. അതൊരു തരത്തിൽ അത് ഫിസിക്കലി അവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ, മറ്റൊരു ഭാഗത്ത് മെൻ്റലി സ്പിരിച്വലി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആധ്യാത്മിക ജ്ഞാനമാകാം, അഥവാ രാജയോഗ മെഡിറ്റേഷൻ ആകാം, അഥവാ ശ്രേഷ്ഠമായിരിക്കുന്ന നോളജ് ആയിരിക്കാം. അപ്പം അതിനു വേണ്ടി മുഴുവൻ ലോകത്തിൻ്റെ സേവനത്തിന് വേണ്ടി അവർ ദാനമായി ഈശ്വരൻ്റെ കൈകളിൽ വളരെ നിർഭയത്തോടെ ഏൽപ്പിച്ചിരിക്കുന്ന 2 ആൺമക്കളാണ്. അതിലൊന്ന് നമ്മുടെ ഡോക്ടർ സ്വാമിനാഥൻ സർ, രണ്ടാമത്തത് നമ്മുടെ പ്രൊഫസർ EV ഗിരീഷ് സർ. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ഈ 10-ാം തീയതിയാണ് ഒരുമിച്ച് യാത്ര ചെയ്തത് മൗണ്ട് അബൂല്. നമ്മുടെ ഏപ്രിൽ മാസത്തിൽ ആനുവൽ മീറ്റിംഗ് നടക്കുമ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കൂടെ ഒരുമിച്ച് യാത്ര ചെയ്തു. അപ്പോൾ ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു, എൻ്റെ പേഴ്സണൽ അനുഭവമാണ്, ചിന്തിക്കുകയായിരുന്നു ഇവരെത്ര ഇൻ്റർനാഷണൽ സ്പീക്കേഴ്സാണ്. പക്ഷേ അച്ഛനിൽ നമ്മൾ ഏതുപോലെ ആ ഒരു എളിമത്വം കാണാറുണ്ട്, പരസ്പരം സഹായിക്കാനുള്ള മനോഭാവം. അവരെത്ര തന്നെ സ്റ്റാറ്റസിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവർ ഭഗവാന്റെ സേവനം എത്ര വിനയത്തോടു കൂടിയിട്ടാണ് നമുക്കൊപ്പം നിൽക്കുമ്പോഴും നമ്മളുടെ കൂടെ ചേർന്ന് നിന്ന് എല്ലാ കാര്യങ്ങളും ഇന്ന് രാവിലെ പോലും നമുക്കൊപ്പം നിന്ന് ചെയ്യാം. അത് എല്ലാവരെ കൊണ്ട് സാധിക്കുന്നതല്ല. കാരണം ഞാൻ ഇത്രയും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് മിസ്സിങ് പോയിന്റ്, അതാണ് ഇവിടെ രാജയോഗം നമ്മെ പഠിപ്പിക്കുന്നത്. ഹൗ ടു ലീവ് അവർ ലൈഫ്. നമുക്ക് ഏതായാലും ജീവിതം തന്നിട്ടുണ്ട് ഈശ്വരൻ, പക്ഷെ അത് എങ്ങനെ കൊണ്ടുപോകണം എന്ന് മാത്രം നമുക്ക് അറിയുകയില്ല. നേരത്തെ സർ ഇവിടെ ഒരു സൂചിപ്പിച്ചു, പണ്ട് കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അമ്മമാർക്കൊക്കെ അറിയായിരിക്കാം, പണ്ട് കാലങ്ങളിൽ ജീവിതത്തിൽ എന്തായിരുന്നു ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞു. രാവിലെ എഴുന്നേൽക്കുക, വീട് ശുദ്ധീകരിക്കുക, അതിനുശേഷം കുളിക്കുക, അതിനുശേഷം അഗ്നിദേവന്
വിളക്ക് കത്തിക്കുക, അടുക്കളയിൽ കയറുക എന്നുള്ളത്. ഇന്ന് ആ സിസ്റ്റമൊക്കെ മാറിപ്പോയി. നമ്മുടെ ജീവിതശൈലി ടോട്ടലി എന്തായിരിക്കാണ്, തലകീഴായിരിക്കുന്ന ഒരവസ്ഥ. നമുക്ക് എങ്ങനെ തോന്നുന്നു അതുപോലെ നമ്മുടെ ജീവിതമായിട്ട് മാറി. ഇപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ലൈഫ് സ്റ്റൈലാണ് രാജയോഗ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാജയോഗത്തിൽ കൂടി നമുക്ക് എന്താണ് നേടാൻ പറ്റുക? പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ ജീവിതം ഒരു കലയായി മാറാൻ സാധിക്കണം. ആർട്ട് ഓഫ് ലിവിങ് എന്ന് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകാം. ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മൾ വിചാരിക്കും ഡാൻസ് ആണ്, പാട്ടാണ്. ഇന്ന് പാട്ടിൻ്റെ രീതിയൊക്കെ മാറി അല്ലേ, ഡാൻസിൻ്റെ രീതികളൊക്കെ മാറി. അപ്പോൾ വാസ്തവത്തിൽ നമുക്ക് എങ്ങനെയാണ് പരസ്പരം ഇടപഴകേണ്ടത്, എന്താണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടത്, ഈ നമ്മുടെ ബേസിക് ആയിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ മറന്നു പോകുന്നത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ജീവിത സാഹചര്യമാണ് ഇങ്ങനെ നമ്മളെ ആക്കിയത്, അതോ മറ്റുള്ളവർ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പെരുമാറേണ്ടതായിട്ട് വന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അടിമപ്പെട്ടു പോകുന്നൊരവസ്ഥ. പ്രശ്നങ്ങൾക്ക് അടിമപ്പെടാറുണ്ട്, വ്യക്തികളുടെ സ്വഭാവ സംസ്കാരത്തിന് നമ്മൾ അടിമപ്പെട്ടു പോകാറുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ സ്വാർത്ഥികളാകും, ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടാറുണ്ട്, ചിലപ്പോൾ നമ്മൾ ഈർഷ്യ വരാറുണ്ട്, ചിലപ്പോൾ അസൂയയിലേക്ക് വരും, ചിലപ്പോൾ പ്രതികാര മനോബുദ്ധിയിലേക്ക് വരാറുണ്ട്. അപ്പം ഇതൊക്കെ നമ്മളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറാറുണ്ട്. അപ്പം നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്തത് എന്ത്? എൻ്റെ ഉള്ളിലെ ശാന്തി നഷ്ടപ്പെടും, എൻ്റെ ഉള്ളിലെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും, എൻ്റെ ഉള്ളിലെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ ഉള്ളിൽ ആ ഒരു സ്വസ്ഥത നഷ്ടപ്പെടുന്നുണ്ട്, സന്തോഷം ഇതൊക്കെ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു യഥാർത്ഥമായിരിക്കുന്ന എൻ്റെ പോസിറ്റീവ്നെസ്, എൻ്റെ എനർജി എന്താണ്, അത് പൂർണ്ണമായിട്ടും ചോർന്നു പോവുകയാണ് എന്നുള്ളത് നമ്മൾ ബുദ്ധിവാൻ ജീവികളായിരിക്കുന്ന മനുഷ്യൻ പലപ്പോഴും ചിന്തിക്കാറില്ല. എന്ന് വെച്ചാൽ പണ്ട് എവിടെയോ വായിച്ചു കേട്ടിരിക്കുന്നത്, നോയിങ് തൈസെൽഫ് ഇസ് ദ ഗ്രേറ്റ് വിസ്ഡം, ഞാൻ എന്നെ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അറിവ്. എപ്പോഴെങ്കിലും ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? 60 വയസ്സുള്ളവരുണ്ട്, 70 വയസ്സുള്ളവരുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിനെല്ലാം ഉത്തരം നോ എന്നായി. അപ്പോൾ ഫസ്റ്റ് രാജയോഗ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ത്? കണക്ട് വിത്ത് ദ സെൽഫ് എന്നാണ്. നമ്മൾ ആരോഗ്യമായി മാറുകയാണ് ചിലപ്പോൾ അല്ലേ. ചിലപ്പോൾ ദേഷ്യം പിടിച്ചാൽ പറയും നീ എന്താ മതം ഇളകിയ ആനയെപ്പോലെ, ചിലപ്പോൾ പറയും നീ എന്താ സിംഹത്തെ പോലെ ഗർജിക്കുന്ന. സത്യത്തിൽ ഞാൻ സിംഹമാണോ ആനയാണോ? ആനയുമല്ല സിംഹമല്ല, ഞാനൊരു മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യത്വം നമ്മൾ നഷ്ടപ്പെട്ട് വഴി തിരിഞ്ഞ് നടക്കുമ്പോൾ നമ്മൾ തന്നെ മറ്റുള്ളവരോട് പറയുന്നത് പോലെ ഞാൻ ദേഷ്യപ്പെടുമ്പോൾ ഞാൻ പോലും അറിയുന്നില്ല, ചിലപ്പോൾ ഞാൻ ആനയാകാം, ചിലപ്പോൾ ഞാൻ സിംഹമാകാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയി മാറുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ സത്യം എന്താണ്, അല്ലെങ്കിൽ ഞാൻ ആര് എന്നുള്ളൊരു ചോദ്യത്തിനുള്ളൊരു ഉത്തരം നിങ്ങൾ ഇവിടുന്ന് തന്നെ നേടിയിട്ട് വേണം പോകാൻ അല്ലേ. ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ പറയുന്നത് പോലെ ഞാൻ പ്രിയ ആണെന്ന് പറഞ്ഞാൽ അത് എൻ്റെ അച്ഛനമ്മ എനിക്കിട്ട പേരാണ് അല്ലേ. അപ്പോൾ ഞാൻ പ്രിയ ഒരിക്കലാകുന്നില്ല, എൻ്റെ പേരെന്നേ നമ്മൾ പറയാറുള്ളൂ അല്ലേ. അപ്പോൾ എൻ്റെ എന്നുള്ള വാക്കും ഞാൻ എന്നുള്ളതും രണ്ടും രണ്ടാണെന്നുള്ളൊരു തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ന് പറയുന്നത് ആര്? ഇപ്പോൾ ഇതുപോലെ ഈ മൈക്കിൽ ഞാൻ സംസാരിക്കുന്ന എൻ്റെ ശബ്ദം ചെറുതാണ്, പക്ഷെ മൈക്കിലൂടെ നിങ്ങൾക്ക് ഒച്ചത്തിൽ കേൾക്കാൻ പറ്റും. എന്നാൽ ഞാൻ മൈക്കാണോ? അല്ല അല്ലേ. അപ്പം അതുപോലെ ഈ ശബ്ദം എങ്ങനെ വരുന്നു? ഈ മൈക്ക് എത്ര വിലപിടിപ്പുള്ളതും ആയിട്ടും കാര്യമില്ല. ഈ മൈക്കിലൂടെ നമ്മുടെ അതായത് നമ്മുടെ സൗണ്ട് സിസ്റ്റം ഉള്ളവർ കറണ്ട് പാസ് ചെയ്ത് തന്നാൽ മാത്രമേ ഈ മൈക്കിലൂടെ ഞാൻ ശബ്ദിച്ചാൽ അവിടെ ശബ്ദം കേൾക്കുള്ളൂ. അപ്പോൾ ഈ മൈക്ക് വേറെയാണ്, ഇതിൻ്റെ അകത്തുകൂടെ പാസ്സാകുന്നത് അല്ലേ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അനുഭവം ചെയ്തിട്ടുണ്ടല്ലോ, കറണ്ട് ഡിസ്കണക്റ്റ് ആകുമ്പോൾ ശബ്ദം കേൾക്കുന്നില്ല. അപ്പം അതിൻ്റെ അർത്ഥം ഇതിലൊരു എനർജി പാസ്സാകുന്നു, അതിൻ്റെ ആധാരത്തിലാണ് ശബ്ദം ഉണ്ടാവുക. അതുപോലെ തന്നെ നാം ഓരോരുത്തരും, ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കെ അഥവാ എനിക്കൊരു മൈനർ അറ്റാക്ക് വന്നു, ഞാനിവിടെ ദേഹം ത്യാഗം ചെയ്തു എങ്കിൽ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദേഹം, ഈ സ്വരൂപം തന്നെ നിങ്ങൾ കാണാം. പക്ഷെ നിങ്ങൾ ഉടനെ പറയും സിസ്റ്റർ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ എന്താ പറയുക? ബോഡി എന്ന് പറയും അല്ലേ. നമ്മൾ സാധാരണ കേൾക്കുമ്പോൾ അങ്ങനെയല്ലേ, ഒരാൾ മരണപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ എന്താ പറയുക? ബോഡി എപ്പോൾ എടുക്കും, അല്ലെങ്കിൽ സഹോദരനെ എപ്പോൾ എടുക്കും എന്നൊന്നും ചോദിക്കാറില്ല, സഹോദരി എപ്പോൾ എടുക്കും ചോദിക്കാറില്ല. ഉടനെ നമ്മുടെ ഭാഷ മാറുന്നുണ്ട്.
ആ ബോഡി അഥവാ ശവം എപ്പെടുക്കും. അപ്പം അതുവരെ എൻ്റെ കൂടെ സഹോദരനോ സഹോദരിയോ ജന്മം നൽകിയ മാതാവോ പിതാവോ ആയിരിക്കാം. പക്ഷെ നിമിഷ നേരം കൊണ്ട് നമ്മൾ ആ പേര് മാറ്റുന്നുണ്ട്, അതൊരു ബോഡിയെ. അപ്പം സത്യത്തിൽ ഞാൻ ആര്? വരുമ്പോൾ നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, വരുമ്പോൾ തനിയെ വന്നു, പോകുമ്പോൾ തനിയെ പോകുന്നു. വരുമ്പോൾ ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല, പോകുമ്പോൾ ഒന്നുമേ കൊണ്ടുപോകുന്നില്ല. കൊണ്ടുപോകാൻ പറ്റുമോ വല്ലതും? കൂടെ ഉള്ളവരും വരുമോ? എൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാന്ന് പറഞ്ഞ വരുമോ? ശ്മശാനത്തേക്ക് വരുമോ? ഒരിക്കലും വരികയില്ല. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ് ഈ കാണുന്ന നശിച്ചു പോകുന്ന പ്രകൃതിദത്തമായിരിക്കുന്ന ഈ ദേഹമല്ല, ഈ ദേഹത്തിനകത്ത് അതിസൂക്ഷ്മമായിരിക്കുന്ന ഒരു ഊർജം നമ്മൾ മരിച്ചു കഴിയുമ്പോൾ മാത്രം പറയാറുണ്ട്, ആ ആത്മാവിന് പരേതാത്മാവ് നിത്യശാന്തി ഏകണം എന്ന് വെച്ചാൽ അതുവരെയും ഞാൻ ആരായിരുന്നു എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. മരിച്ചതിന് ശേഷം ആത്മാവല്ല, ഞാൻ ഓൾറെഡി ഞാൻ ആരാണ്? ഒരു എനർജിയാണ്, ആത്മാവാണ്, സോലാണ്, സത്താണ്. അപ്പൊ ആത്മാവായിരിക്കുന്ന ഞാൻ അതിസൂക്ഷ്മമാണ്. ഏതുപോലെ കാറ്റിനെ എനിക്ക് കാണാൻ പറ്റില്ല, ഈ ശബ്ദത്തെ എനിക്ക് കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റും. അതിൻ്റെ അകത്തെ എനർജി എന്താണ്? അതിനെനിക്ക് കാണാൻ പറ്റുകയില്ല. എന്ന് വെച്ചാൽ എനർജി ഇല്ല എന്ന് പറയാൻ പറ്റും. അതുപോലെ ഈ ദേഹമാകുന്ന ഈ ഒരു വാഹനത്തെ ചലിപ്പിക്കുന്ന ഒരു ഊർജമാണ് ഞാൻ. എൻ്റേതാണ് ഈ ദേഹം, എൻ്റെ കൈ, എൻ്റെ അച്ഛൻ, എൻ്റെ വീട്, എൻ്റെ സ്വത്ത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം എൻ്റേതെന്ന് പറയുന്നതൊക്കെ എന്താകുന്നു? നശ്വരമാണ്. അനശ്വരമായതെന്തോ സത്യമായതെന്തോ അതാണ് ഞാൻ, അതാണ് ആത്മാ. ആത്മാവ് ഒരിക്കലും നശിക്കുന്നുമില്ല, ആത്മാവിനൊരിക്കലും മരണവും ഇല്ല. അപ്പം നമ്മൾ ഓരോരുത്തരും ആരാണ്? അതിസൂക്ഷ്മ ചൈതന്യമായിരിക്കുന്ന എ പോയിന്റ് ഓഫ് ലൈറ്റ്, ആത്മാവാണ്. അതുകൊണ്ട് നിങ്ങളുടെ നെറ്റിയിലൊക്കെ ഒരു ബിന്ദു ഇട്ട് തന്നിട്ടുണ്ടാവുമല്ലോ. അമ്പലത്തിൽ പോയാലും നമ്മൾ ഫസ്റ്റ് എവിടെയാണ്? നെറ്റിയിൽ തൊടും. കാരണം എന്താണ്? ആത്മാവാണ് ഞാൻ. അതുകൊണ്ട് എപ്പോഴും പറയും തലയെഴുത്ത് തലവിധി. ഇവിടെ തലയെഴുത്തോ തലവിധിയോ അല്ല, ഞാൻ ആത്മ. എന്ത് കർമ്മം ഞാൻ ചെയ്യുന്നു ആ കർമ്മം കൊണ്ടുള്ള യാത്രയാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം എന്താണ്? കൃഷ്ണ ഭഗവാൻ അർജുനന് കൊടുത്ത ഫസ്റ്റ് പാഠം എന്താണ്? ദേഹമല്ല നീ ദേഹിയാണ്, എന്ന് വെച്ചാൽ ആത്മാവാണ്. അപ്പൊ ആത്മാവായിരിക്കുന്ന ഞാൻ 7 മൂല്യ ഗുണങ്ങൾ കൊണ്ട് കൂടിയതാണ്. അതാണ് ജ്ഞാനം, അതുപോലെ തന്നെ പവിത്രത, പരിശുദ്ധത, ശാന്തി, സ്നേഹം, സുഖം, ശക്തി. ഇതൊക്കെ നമ്മൾ കൂടിയിരിക്കുന്ന ഒരു ലൈറ്റാണ് ഞാൻ, ആത്മ, ഒരു ഊർജമാണ് ആത്മ. അതുകൊണ്ട് ഈ എല്ലാ ഗുണങ്ങളും 7 ഗുണങ്ങൾ വിട്ടിട്ട് വേറെ എന്തെങ്കിലും ക്രോധം വന്നു, അല്ലെങ്കിൽ മോഹം വന്നു, അല്ലെങ്കിൽ നമുക്കൊരു ഈർഷ്യ വന്നെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടും? ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. കാരണം ഇതൊന്നും മനുഷ്യൻ്റെ ഗുണങ്ങളല്ല, ഇതെല്ലാം മനുഷ്യൻ്റെ നെഗറ്റീവ് വശങ്ങളാണ്. കാരണം ദേഹബോധത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്നതാണ് കാമ, ക്രോധ, ലോഭ, മോഹ, അഹങ്കാരങ്ങളൊക്കെ. അപ്പം ഞാൻ ഒറിജിനലി ഏതുപോലെ വെള്ളം എപ്പോഴും തണുത്തിരിക്കും, അതുപോലെ നാം ഓരോ ആത്മാക്കളും എപ്പോഴും നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? അതാണ് ശാന്തി, അതാണ് സ്നേഹം, അതാണ് സുഖം. ഏതുപോലെ ഒരു ചന്ദനത്തിരി കത്തിച്ച് അതിൽ നിന്ന് സുഗന്ധം വരും എപ്പോഴും. അതുപോലെ ഞാൻ ആത്മ എപ്പോഴും ആത്മബോധത്തിലാണ് എങ്കിൽ എന്നിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പോകുന്ന ആ ഒരു സുഗന്ധം എന്താണ്? അത് ശാന്തിയാണ്, അത് സ്നേഹം. പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ നിന്നെ വളരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് വരാറുണ്ടോ? സൂര്യന് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഞാൻ നിങ്ങൾക്ക് വെളിച്ചം തരാം, എടുത്തോ എന്ന് പറയോ? ഇല്ല. ഓട്ടോമാറ്റിക് എന്താകുന്നു? സൂര്യനിൽ നിന്നും വെളിച്ചം പോകുന്നത് പോലെ നമ്മൾ ഓരോ വ്യക്തിയിൽ നിന്നും മറ്റുള്ളവർക്ക് എന്ത് അനുഭൂതിയാകും? ശാന്തി, സ്നേഹമൊക്കെ. അപ്പം ആത്മാവായിരിക്കുന്ന എന്നിൽ 3 സൂക്ഷ്മ ശക്തികളുണ്ട്. അതാണ് മനസ്സ്, ബുദ്ധി, സംസ്കാരം. അപ്പോൾ നമ്മളുടെ മനസ്സ് എപ്പോഴും എന്തായിരിക്കും? ഫുൾ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. നമ്മുടെ മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കണം, ബുദ്ധി എപ്പോഴും ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കണം, അതുപോലെ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് എപ്പോഴും ഡിവൈൻ ആയിരിക്കണം. നമ്മൾ മറ്റുള്ളവരിൽ പ്രതീക്ഷിക്കുന്നതല്ല, നമ്മുടെ സംസ്കാരം നമ്മൾ എന്താക്കി മാറ്റണം? ദൈവികമാക്കി മാറ്റാൻ സാധിക്കണം. അപ്പം അത് സാധ്യമാകുന്നത് എപ്പോ? അത് സാധ്യമാകുന്നത് നമ്മൾ നമ്മുടെ അച്ഛനായിട്ട് നമ്മുടെ മനസ്സും ബുദ്ധി കണക്ട് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് മന്മനാഭവ എന്ന് വെച്ചാൽ തൻ്റെ മനസ്സിനെ ഭഗവാന്റെ മനസ്സുമായി ബന്ധിപ്പിക്കൂ എന്നാണ്. പക്ഷെ അച്ഛനെ അറിയാതെ, ഭഗവാനെ അറിയാതെ എനിക്ക് എങ്ങനെ എൻ്റെ മനസ്സ് ഈശ്വരനായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുക? ഈ ദേഹം നൽകിയ എൻ്റെ അച്ഛനമ്മയാണ്. പക്ഷേ നമുക്ക് വിഷമങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ആരുടെ മുന്നിലാണ് പോവാറുള്ളത്?
ആരുടെ മുന്നിൽ പോകും? രാജരാജേശ്വരൻ്റെ അടുത്ത് പോവാറില്ലേ അല്ലേ? ഓരോ സ്ഥലത്ത് ഓരോ പരമാത്മാവിൻ്റെ ക്ഷേത്രങ്ങളുണ്ട്, അവിടെ നമ്മൾ എത്തിപ്പെടും. അപ്പം അച്ഛനമ്മ മാത്രം പോവോ? കൂടെ മക്കളും പോകാറുണ്ട്. ആ മക്കളോടും പറയും ഈശ്വരനെ പ്രാർത്ഥിക്കുമെന്ന് പറയാറുണ്ട്. എന്നാൽ പിന്നെ എനിക്കെല്ലാം കൊടുക്കാമായിരുന്നല്ലോ, ഞാൻ ജന്മം കൊടുത്ത മക്കൾക്ക് എനിക്കെല്ലാം കൊടുക്കാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഈശ്വരൻ്റെ അടുത്തേക്ക് പോകുന്നു? കാരണം ലോകനാഥനും സർവേശ്വരനും നമ്മുടെ ക്രിയേറ്റർമാരാണ്. ആ സർവശക്തനായിരിക്കുന്ന ഈശ്വരനാണ്. നമ്മുടെ എല്ലാവരുടെയും ദേഹത്തിന് നാമമുണ്ട്, പക്ഷെ ഈശ്വരന് ദേഹമില്ല. ദേഹിയാണ് പരമാത്മ. ആ പരമാത്മാവിൻ്റെ കർത്തവ്യവാചക നാമമാണ് ശിവൻ. സദാശിവൻ എന്ന് നമ്മൾ പറയും. സദാ മംഗളകാരി, ശുഭകാരി, കല്യാണക്കാരി. ആ പരമാത്മാവിൻ്റെ അമരസന്താനങ്ങളാണ് നാം. അതുകൊണ്ട് ഭഗവാൻ ഏതുപോലെ അതുപോലെ മക്കളും. പക്ഷേ നേരെ ഓപ്പോസിറ്റാണ്. ഭഗവാൻ എപ്പോഴും കൊടുക്കുന്നവനാണ്. നമ്മളൊക്കെ എങ്ങനെയാ? ഉത്തരം കിട്ടും എനിക്ക്? ഭഗവാൻ എപ്പോഴും കൊടുക്കുന്നവനാണ്. നമ്മളൊക്കെ എങ്ങനെയാ? ചിന്തിച്ചു നോക്കിയേ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിഷമം ഉണ്ടാകണ്ട അല്ലേ? നമ്മളൊക്കെ എപ്പോഴും എന്താണ്? ജനിച്ച അന്ന് മുതൽ എടുക്കുന്നവരാണ് അല്ലേ? ഭഗവാൻ എപ്പോഴും ഗിവറാണ്, നമ്മളെപ്പോഴും എന്താണ്? എടുക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഞാൻ ഇതുവരെ ആരിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല, ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല, ഒന്നും ഞാൻ എടുത്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത്? ഇങ്ങോട്ട് കിട്ടണം, ഇങ്ങോട്ട് കിട്ടണം. അതിപ്പോൾ ശാന്തി ആയാലും ശരി, സ്നേഹമാണെങ്കിലും ശരി, റെസ്പെക്റ്റ് ആണെങ്കിലും ശരി, അത് എന്ത് തന്നെയാണെങ്കിലും പ്രതീക്ഷകൾ അത് നമ്മൾ ഇങ്ങോട്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാകണം? നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതാകണം? അതുകൊണ്ടാണ് നമുക്ക് ജന്മം നൽകിയിരിക്കുന്ന അച്ഛനമ്മ നമ്മുടെ കൂടെയുണ്ട് ഫിസിക്കലി. പക്ഷെ നമ്മൾ ആരെയാണ് അനുകരിക്കേണ്ടത്? ഒന്ന്, അമ്മയായി നമ്മൾ കാണുന്ന പ്രകൃതി മാതാവ്. രണ്ടാമത്തത്, സർവലോക രക്ഷകനായിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും സൃഷ്ടാവായിരിക്കുന്ന പരമേശ്വരനെ, ജഗദീശ്വരനെ, സദാശിവനെ നമ്മൾ എപ്പോഴാണോ പരംപിതാവായിട്ട് നമ്മൾ കാണുന്നത്, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും സദാ നൽകുന്നവനാണ്. ഇപ്പോൾ നോക്കൂ, നമ്മൾ ഈ ഭൂമി മാതാവിൻ്റെ മടിത്തട്ടിലാണ് നാം എല്ലാവരും. നമ്മൾ വായുക്ക് വായു, വെള്ളത്തിന് വെള്ളം അല്ലേ, എല്ലാം നമ്മൾ നേടിയെടുക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, നമ്മൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? എല്ലാം നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിക്ക് വേണ്ടി നമ്മൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഉത്തരം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴും നേരത്തെ സർ പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും സേവകരായിട്ട് മാറാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അൺകണ്ടീഷണൽ ലവ് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റണം. ഒരു പ്രതീക്ഷയില്ലാതെ നമ്മുടെ കർമ്മത്തെ നമുക്ക് പൂർത്തീകരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഇതിനെല്ലാം നമുക്ക് ശക്തി നൽകുന്നത് ആ സർവേശ്വരനുമായിട്ടുള്ള നമ്മുടെ ബുദ്ധിയെ സമർപ്പിക്കുമ്പോൾ, ബുദ്ധിയെ കണക്ട് ചെയ്യുമ്പോഴാണ്. പക്ഷെ എങ്ങനെ? 24 മണിക്കൂറുണ്ട്, 24 മണിക്കൂറിൽ എനിക്ക് എവിടെയാ സമയം എന്നുള്ളൊരു തോന്നലുണ്ടാകാം. അപ്പം അവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 24 മണിക്കൂറിൽ അറ്റ്ലീസ്റ്റ് 3 മിനിറ്റ് എനിക്കൊപ്പം ഇരിക്കാൻ പറ്റുമെങ്കിൽ. നമ്മളിപ്പോൾ അപ്പോയിൻമെൻ്റ് ഒക്കെ പലരോടും എടുക്കാറുണ്ട്, ഇവിടെ വരാനോ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടി ഇന്ന സമയത്ത് വരണമെന്നുള്ളത്. അതുപോലെ വേറെ ഡോക്ടറെ അടുത്ത് പോകണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കാറുണ്ട് അല്ലേ? അപ്പം അതേപോലെ എനിക്ക് വേണ്ടി അപ്പോയിൻമെൻ്റ് എടുക്കണം. ഞാൻ എൻ്റെ കൂടെ അല്പസമയം എനിക്ക് ചെലവഴിക്കണം. അതിനെയാണ് മെഡിറ്റേഷൻ, അതാണ് രാജയോഗ. രാജയോഗ പറഞ്ഞാൽ എന്താണ്? സർവയോഗങ്ങളുടെ രാജാവ് എന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ തന്നെ സ്വയം രാജാവായി മാറുക എന്നുള്ള അർത്ഥമുണ്ട്. എനിക്ക് എൻ്റെ രാജ്യം ഭരിക്കാൻ എന്നെ കൊണ്ട് പറ്റണം. എൻ്റെ രാജ്യം ഏത്? എൻ്റെ കുടുംബം മാത്രമല്ല. എൻ്റെ രാജ്യം എന്താ? എൻ്റെ ഈ കർമ്മേന്ദ്രങ്ങൾ എൻ്റെ രാജ്യമാണ്. എൻ്റെ കണ്ണ് ഞാൻ പറഞ്ഞാൽ കേൾക്കാറില്ല, എൻ്റെ കാത് ഞാൻ പറഞ്ഞാൽ കേൾക്കാറില്ല, എൻ്റെ നാവും വഴങ്ങാറില്ല. അപ്പോൾ പിന്നെ എനിക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ നന്നാക്കാൻ പറ്റുക അല്ലേ? ചീത്ത കാണരുത് എന്ന് പറഞ്ഞാൽ ചീത്തയെ കാണൂ, മോശമായത് പറയരുത് എന്ന് പറഞ്ഞാൽ മോശമായതേ പറയൂ, മോശമായ വാക്കുകളൊന്നും കേൾക്കരുത് പറഞ്ഞാൽ അത് തന്നെ ആ കാത് ചെയ്യുകയുള്ളൂ. ഇതൊക്കെ ആരെ എഫക്റ്റ് ചെയ്യും? നമ്മളെ തന്നെ എഫക്റ്റ് ചെയ്യും. അപ്പം ആദ്യം ഞാൻ ആത്മാവായി ഇരുന്നു കൊണ്ട് ഈ മുഴുവൻ ദേഹത്തെ നിയന്ത്രിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കണം. അതുകൊണ്ട് 2 കാര്യം നമ്മുടെ ബുദ്ധിയിൽ വയ്ക്കാം. ഒന്ന്, ഞാൻ ആത്മ. രണ്ടാമത്തത്, ഞാൻ പരമാത്മ സന്താനം. മൂന്നാമത്തത്, ഞാൻ എവിടെ നിന്നാണ് വന്നത്. അവർ പോയി എന്ന് പറയും. എവിടെ പോയി അത് നമുക്കറിയില്ല. ആരെങ്കിലും മരിച്ചാൽ നമ്മൾ എന്താ പറയുക? ആക്ഷൻ കാണിക്കും, പോയി. എവിടെ പോയി, എവിടെ നിന്ന് വന്നു അറിയിക്കുകയില്ല.
അപ്പം ഭഗവാൻ നമുക്ക് ആ പരിചയം നൽകാണ്. നീ ഈ ഭൂമിയിലേക്ക് കേവലം ഒരു അഭിനേതാവാണ്, ഒരു അതിഥി മാത്രമാണ്. 2, 3, 4 നമ്മൾ അഭിനയിച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ വേഷം മാറി നമ്മൾ പോകേണ്ടതായി വരും. ആ ലോകത്തെയാണ് നമ്മൾ മുക്തിധാമം, പരന്ധാമം, ബ്രഹ്മാണ്ടം എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, മരണപ്പെട്ട് കഴിഞ്ഞാൽ കർമ്മം ചെയ്യുന്ന സമയത്ത് അവർ ഈ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ? ഇല്ല. അപ്പോൾ നമ്മൾ ഈ ലോകവാസികളല്ല. അങ്ങ് അകലെ നീലാകാശങ്ങൾക്കപ്പുറം ഒരു ചുവന്നാകാശം, അതിനെ നമ്മൾ ഹിന്ദു ധർമ്മത്തിൽ നമ്മൾ പറയാറുണ്ട് മുക്തിധാം, പരന്ധാം, അതുപോലെ തന്നെ ശാന്തിധാം, ബ്രഹ്മാണ്ടം എന്നുള്ള നാമങ്ങളിലൂടെ. അപ്പം നമുക്ക് അത്തരത്തിലുള്ള ആ ലോകത്തിൽ നിന്നും നമ്മൾ ഇവിടത്തേക്ക് വന്നപ്പോൾ, ദേഹമെന്നുള്ള വസ്ത്രം ധരിച്ച് നമ്മൾ കർമ്മം ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ദേഹമെന്ന ബോധത്തിലേക്ക് നമ്മൾ വന്നപ്പോഴാണ് നമ്മുടെ യഥാർത്ഥ മൂല്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടാൻ തുടങ്ങിയത്. അപ്പം ഈ ലോകത്തിൻ്റെ അന്തിമ സമയത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കെ ഭഗവാൻ വീണ്ടും ഈ ഭൂമിയിലേക്ക് അവതരിച്ചു. ഇന്നേക്ക് 90 വർഷങ്ങൾ. സാറിന് എത്ര പ്രായമായി? അത്ര തന്നെ പ്രായമായിരിക്കാണ് ബ്രഹ്മകുമാരിസിനും കൂടി. അപ്പോൾ ഭഗവാൻ നമുക്ക് ഊണ് പറയുകയാണ്, മക്കളെ തിരിച്ചു പോകാൻ സമയമായി. തിരിച്ചു പോകണമെങ്കിൽ കൂടെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ഒന്ന് ശ്രേഷ്ഠ കർമ്മം നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. അതായത് പുണ്യം സമ്പാദിക്കേണ്ടതുണ്ട്. അപ്പോൾ പുണ്യം എങ്ങനെ സമ്പാദിക്കും? സാർ പറഞ്ഞല്ലോ, നമ്മളെ കൊണ്ട് പറ്റാവുന്നിടത്തോളം നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കണം? ഒരു തണലായി മാറാൻ. അതുകൊണ്ട് പണ്ടെപ്പോഴും ഇംഗ്ലീഷിലൊരു പോയം കേട്ടിട്ടുണ്ട്, 300 വർഷം ജീവിക്കുന്ന ഓക്ക് വൃക്ഷത്തെ പോലെ ജീവിക്കേണ്ട, ഒരു ദിവസം ജീവിച്ച് മടങ്ങുന്ന ഒരു ലില്ലി പൂവിനെ പോലെ, ഒരു മുല്ലപ്പൂ പോലെ ജീവിക്കാൻ പറ്റണം അല്ലേ? അപ്പം നിങ്ങൾ എങ്ങനെ ആഗ്രഹിക്കുന്നത്? 300 വർഷം അത്രയും ഉയരത്തിലുള്ള ഓക്ക് വൃക്ഷത്തെ പോലെ തണലും കൊടുക്കില്ല, അതിനെ കൊണ്ട് ഒരു ഉപയോഗമില്ലാതെ ജീവിക്കണോ? അല്ലെങ്കിൽ ഒരു നേരം അല്ലെങ്കിൽ ഒരു ദിവസം ജീവിച്ച് ആ ഒരു മുല്ലപ്പൂ എല്ലാവർക്കും സൗരഭ്യം പകർന്നു കൊടുത്ത് സ്വയം സന്തുഷ്ടയായി മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുത്തു പോകുന്നത് പോലെ ആയിരിക്കണം. എന്താണ് താങ്കളുടെ അഭിപ്രായം? മുല്ലപ്പൂ പോലെ ആകണോ? അല്ലെങ്കിൽ അങ്ങത്തോളം എനിക്ക് 100 വർഷം ജീവിക്കണം, പക്ഷെ ആർക്കും ഉപകാരമില്ലാണ്ട് ജീവിക്കണം? വേണ്ടല്ലോ അല്ലേ? ഇപ്പം തന്നെ വിനാശം വന്നാലോ, ഭൂമി പിളർന്നാലോ? ഇന്നലത്തെ ഇടി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് മൊത്തം പോയി എന്നുണ്ട് അല്ലേ? അങ്ങനെ പോയാലോ? തയ്യാറാണോ? തയ്യാറാണോ? പോകാൻ തയ്യാറാണോ? പേടിയുണ്ടോ? കാരണം മരണമില്ലാത്ത ആത്മാവാണ് നാം. അപ്പോൾ ജീവിക്കുമ്പോൾ ഒരു സക്സസ്ഫുൾ ലൈഫിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മുടെ മനസ്സിനെ എപ്പോഴും ശുദ്ധമാക്കി വെക്കാൻ ശ്രമിക്കുക. അതിനകത്ത് വെറുപ്പ്, വിദ്വേഷം, പലരും പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ സൂക്ഷിച്ച് കെട്ടിവെക്കേണ്ട. അന്നാന്നത്തെ കാര്യം നമ്മൾ ക്ലിയർ ചെയ്ത് പോവുക. അതുപോലെ തൻ്റെ ബുദ്ധി എപ്പോഴും ക്ലീനാക്കി ശുദ്ധമാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. തൻ്റെ സംസ്കാരത്തെ ആരെന്ത് ചെയ്യുന്നു നോക്കണ്ട, ഞാൻ എന്തായിരിക്കണം എന്ന് മാത്രം നോക്കുക, ഞാൻ എന്ത് കൊടുക്കണം എന്ന് മാത്രം നോക്കുക. എൻ്റെ സംസ്കാരത്തെ എപ്പോഴും ദൈവീകമാക്കി വെക്കുക. അമ്പലത്തിലെ മൂർത്തി എങ്ങനെയാ? സ്റ്റാച്യു ആണ്. പക്ഷെ നമുക്ക് അവിടെ എത്തുമ്പോൾ എന്ത് കിട്ടും? വല്ലതും തരുമോ സ്റ്റാച്യു? അമ്പലത്തിലെ മൂർത്തി നിങ്ങൾക്ക് വല്ലതും തരുമോ? ഫിസിക്കലി തരുമോ? ഇല്ല. അവിടെ എത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു സാന്ത്വനം, ആ ഒരു സമാധാനം അല്ലേ, ആ ഒരു ശക്തി, ആ ഒരു പ്യൂരിറ്റിയുടെ വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അല്ലേ? അതേപോലെ തന്നെ എന്നെ ആര് കാണുമ്പോഴും എൻ്റെ പ്രസൻസ് ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ നമുക്ക് ഈ സൂക്ഷ്മമായിരിക്കുന്ന ആ ഒരു ട്രഷേഴ്സ് നമുക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അപ്പം നമുക്ക് എങ്ങനെ കൊടുക്കാം? ഒരു 5 മിനിറ്റ്സിലേക്ക് നമുക്കൊന്ന് ശാന്തമായി ഒരു ആന്തരിക യാത്ര നടത്തിയാലും. അതിന് പൈസ ചിലവില്ല, ഒന്നിൻ്റെയും ചിലവില്ല. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, എല്ലാവരും സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, നിവർന്നിരിക്കുക. ഫസ്റ്റ് ക്ലോസ് യുവർ ഐസ്. Sit comfort. റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ തന്നെ നിയന്ത്രിക്കുക. ബാഹ്യമായ എല്ലാ ചിന്തകളെയും മാറ്റിവെക്കുക.
ചുറ്റുമുള്ള ശബ്ദകോലാഹലത്തിൽ നിന്നും തൻ്റെ മനസ്സിനെ ഉപരിയാക്കുക. ഈ പന്തലിനകത്ത് ഞാൻ തനിച്ചാണെന്നുള്ള ഫീൽ ചെയ്യുക. ഭൂമി മാതാവിൻ്റെ മടിത്തട്ടിൽ വളരെ സ്വസ്ഥമായി ശാന്തമായി ഞാനിരിക്കുകയാണ്. സൂര്യനിൽ നിന്നും സൂര്യപ്രകാശത്തിൻ്റെ തലോടൽ, വായുദേവൻ്റെ ശീതളമായ കുളിർമേറിയ കാറ്റുകളുടെ തലോടൽ, ഭൂമി മാതാവിനെ സ്മരിക്കുക. വെറുതെയല്ല ഭൂമിയെ മാതാവെന്ന് വിളിക്കുന്നത്. നിസ്വാർത്ഥമായ കരുതൽ, അൺലിമിറ്റഡായി സർവ്വതും തൻ്റെ മക്കൾക്ക് വേണ്ടി നൽകുന്നു. അത് വായുവാണെങ്കിലും വെള്ളമാണെങ്കിലും അഗ്നിയാണെങ്കിലും. കാരണം ലോകരചയിതാവായിരിക്കുന്ന ഈശ്വരൻ സൃഷ്ടിച്ചതാണ്. ആ ഈശ്വരൻ അങ്ങ് അകലെ നിന്നും എന്നോട് മന്ത്രിക്കുകയാണ്. ഹേ മധുരമായ സന്താനമേ, നീ നിന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കൂ. നീ ഈ ദേഹമല്ല, ഈ ദേഹത്തെ ചലിപ്പിക്കുന്ന അതിദിവ്യമായ സുന്ദരമായ ഒരു ഊർജ്ജമാണ്. ഇരുപിരികമധ്യേ ഒരു തിരുനാളം പോലെ പ്രകാശിക്കുന്ന ജ്യോതിർബിന്ദുവായ ആത്മാവാണ്. ദേഹമാകുന്ന ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന പ്രതിഷ്ഠ ദൈവചൈതന്യമാണ്. എൻ്റെ അമരസന്താനമാണ്. നീ എന്നും എൻ്റെ പ്രിയപ്പെട്ടവനാണ്. നിന്നിലെ യഥാർത്ഥ സ്വധർമ്മമാണ് ശാന്തി. നിന്റെ യഥാർത്ഥ സ്വഭാവമാണ് സ്നേഹം. നിന്റെ യഥാർത്ഥ വ്യക്തിത്വമാണ് പരിശുദ്ധത. നീ ഈ ലോകത്ത് ഒരു അതിഥിയായി വന്നു. ദേഹമെന്ന വസ്ത്രം ധരിച്ച് ഓരോ പാർട്ട് അഭിനയിച്ചു. ചിലപ്പോൾ അച്ഛനായി, ചിലപ്പോൾ അമ്മയായി, ചിലപ്പോൾ മകനായി, ചിലപ്പോൾ മകളായി, ചിലപ്പോൾ ഭാര്യയായി, ചിലപ്പോൾ ഭർത്താവായി. ഈ ദേഹം, ഈ വേഷം ശാശ്വതമല്ല. കർമ്മം പൂർത്തീകരിച്ച് തിരിച്ചെല്ലാം മടങ്ങേണ്ടതുണ്ട്. യഥാർത്ഥമായ നിന്റെ വീട്ടിലേക്ക്. ഈ പഞ്ചബോധങ്ങളുടെ ഈ ലോകത്തിൽ നിന്നും അപ്പുറം, അങ്ങ് ആകാശങ്ങൾക്കപ്പുറം
സൂര്യചന്ദ്ര നക്ഷത്രങ്ങളും കടന്ന് അങ്ങകലെ ചുവന്ന പ്രകാശം നിറഞ്ഞ് ചിന്തയില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, കർമ്മമില്ലാത്ത, എല്ലാത്തിൽ നിന്നും മുക്തമായ മുക്തിധാമം. അതാണ് നിന്റെ സ്വദേശം. അത് തന്നെയാണ് എൻ്റെയും ധാമം. എന്നെപ്പോലെ തന്നെ നിന്റെ രൂപം പ്രകാശമാണ്. അകക്കണ്ണിലൂടെ ആ ലോകത്തെ കാണുക. ഒരു ബിന്ദു ആത്മാവ് തൻ്റെ മുന്നിൽ പരമജ്യോതി സ്വരൂപനെ കാണുക. ഒരു സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ആ പരമേശ്വരൻ, ആ ലോകേശ്വരൻ, സർവരുടെയും രക്ഷകനിൽ നിന്ന് ഞാൻ ആത്മാവിലേക്ക് ശാന്തി, സ്നേഹം, സുഖം, ആനന്ദം, ശക്തി എന്നിൽ നിറയുകയാണ്. ഫീൽ ചെയ്യുക, എന്നിൽ നിന്നും ഈ ആത്മീയോർജം എനിക്ക് ചുറ്റും സർവരിലേക്കും പ്രകൃതിയിലേക്കും പ്രസരിക്കപ്പെടുകയാണ്. സ്വയം സങ്കല്പം സമർത്ഥമാക്കുക. ഞാൻ ഒരു ശാന്തിയുടെ പ്രകാശമാണ്. ഞാൻ സ്നേഹത്തിൻ്റെ പ്രകാശമാണ്. ഞാൻ കാരുണ്യത്തിൻ്റെ വെളിച്ചമാണ്. ഞാൻ സന്തോഷത്തിൻ്റെ ഊർജ്ജമാണ്. I am a positive energy. I am a powerful being. I am a pure soul. Om Shanti. എല്ലാവരുടെ ജീവിതം സന്തോഷപൂർണവും അതുപോലെ തന്നെ വിജയകരവുമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഇൻ അഡ്വാൻസായി വിഷു ആശംസകൾ. ഓം ശാന്തി. താങ്ക് യു.